ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളിലെ ഗണ്യമായ പുരോഗതി സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US വൈസ് പ്രസിഡന്റ് JD വാൻസും. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം ഇന്ന് സാന്താ മാർത്ത ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. വയനാട്ടിലെ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 39 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളിലെ ഗണ്യമായ പുരോഗതി ഇരുവരും സ്വാഗതം ചെയ്തു. ഊർജ്ജം, പ്രതിരോധം, തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിലെ സഹകരണം തുടരാൻ തീരുമാനമായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഊഷ്മളമായ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഈ വർഷം അവസാനം നിശ്ചയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മികച്ച നേതാവെന്ന് വിശേഷിപ്പിച്ച വാൻസ് തനിക്കും കുടുംബത്തിനും ലഭിച്ച ഊഷ്മളമായ ആതിഥേയത്വത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി ജയ്പൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ബിസിനസ് ഉച്ചകോടിയിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രഭാഷണം നടത്തും. രാജസ്ഥാൻ ഗവർണർ ഹരിഭാവ് ബാഗ്ഡെ, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാവിലെ US വൈസ് പ്രസിഡന്റ് കുടുംബസമേതം ചരിത്രപ്രസിദ്ധമായ ആമേർ കോട്ട സന്ദർശിക്കും. ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ വാൻസും 3 കുട്ടികളും ഇന്നലെ രാത്രിയാണ് JD വാൻസിനൊപ്പം ജയ്പൂരിലെത്തിയത്. ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബറോടെ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും സൗദി അറേബ്യ സന്ദർശിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിൽ പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ, ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, സമുദ്ര സുരക്ഷ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. വിശദാംശങ്ങൾ. ഇന്ന് ജിദ്ദയിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചേർന്ന് തന്ത്രപ്രധാന പങ്കാളിത്ത കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സൗദിയുമായുള്ള നയതന്ത്ര, സാമ്പത്തിക, സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സമീപ വർഷങ്ങളിൽ പരിവർത്തനാത്മകമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയ സൗദി അറേബ്യ സ്ത്രീ മുന്നേറ്റത്തിന് പ്രയോജനകരമായ നിരവധി നയങ്ങളാണ് സ്വീകരിച്ചത്. ലിംഗസമത്വത്തിന് മുൻഗണന നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജിദ്ദയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഇന്ത്യൻ പ്രവാസി ഡോക്ടർ കവിത പറഞ്ഞു. As an expatriate living in Saudi Arabia, I have witnessed firsthand the remarkable progress in women's empowerment over the past few years. With these initiatives, along with the growing demand for skilled professionals, Saudi Arabia presents a wealth of opportunities for Indian women to thrive, contribute and lead in a changing Middle East. വനിതാ സംരംഭകത്വം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള അറിവ് പങ്കിടലിന് ഏറെ പ്രാധാന്യമാണുള്ളത്. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിലും സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്തുന്നതിലും മുളയുടെ സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്ന സേവ് എർത്ത് കോൺക്ലേവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 1200 പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും. NASA കോംപ്ലക്സിൽ നടക്കുന്ന ഒരു ദിവസത്തെ കോൺക്ലേവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് എന്നിവർ പ്രഭാഷണം നടത്തും. ലത്തൂരിലെ ഫീനിക്സ് ഫൌണ്ടേഷൻ സംസ്ഥയും ഇന്ത്യൻ ചേംബർ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറും സംയുക്തമായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് യോഗം ചേരും.
സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയുമായി സമിതി ആശയവിനിമയം നടത്തും. ജമ്മുകശ്മീർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് SN ഝായുമായും സമിതി ചർച്ച നടത്തും. മുൻ സുപ്രീം കോടതി ജഡ്ജിയും 21ാമത് ലോ കമ്മീഷൻ ചെയർമാനുമായ ജസ്റ്റിസ് BS ചൌഹാൻ, മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ അഭിഷേക് മനു സിംഗ്വി എന്നിവരും ചർച്ചകളുടെ ഭാഗമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ പരമോന്നതനായ പോപ്പ് ഫ്രാൻസിസിനോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും സംസ്കാര ദിവസവുമാണ് ദുഃഖാചരണം. ഈ ദിവസങ്ങളിൽ ഇന്ത്യയിലുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക പരിപാടികളും ഉണ്ടായിരിക്കില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം ഇന്ന് സാന്താ മാർത്ത ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വത്തിക്കാനിൽ 9 ദിവസത്തെ ദേശീയ ദുഃഖാചരണം ആരംഭിച്ചു. നാളെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലാണ് പൊതുജനങ്ങൾക്കായുള്ള ദർശനം. നാളെ ചേരുന്ന കർദിനാൾമാരുടെ യോഗം അന്ത്യശുശ്രൂഷകൾ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളും. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ചേരും. ഒരു റിപ്പോർട്ട്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം 2013 മാർച്ച് 13-നാണ് സഭയുടെ 266ാമത് അധ്യക്ഷനായി സ്ഥാനമേറ്റത്. കർദിനാൾ ഹോർഹെ മരിയോ ബെർഗോളിയോ എന്ന യഥാർത്ഥ പേരിന് പകരം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് മാർപ്പാപ്പ തിരഞ്ഞെടുക്കുകയായിരുന്നു. ജീവിതത്തിലുടനീളം എളിമ, ദരിദ്രരോടുള്ള കരുതൽ എന്നിവ പാലിക്കുന്നതിൽ ശ്രദ്ധേയനായിരുന്നു. കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് ശക്തമായ ചുവടുവെച്ച അദ്ദേഹം പാവങ്ങളുടെ ശബ്ദം എന്ന നിലയിൽ അറിയപ്പെട്ടു. യുദ്ധം, അഭയാർത്ഥി പ്രശ്നങ്ങൾ, മതാന്തര സംവാദം എന്നീ വിഷയങ്ങളിൽ മനുഷ്യപക്ഷ നിലപാട് സ്വീകരിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും ലോക സമാധാനത്തിനും നിരന്തരം ആഹ്വാനം ചെയ്ത ശേഷമാണ് നല്ല ഇടയൻ ലോകത്തോട് വിട പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വയനാട് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൈമാറും. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം രാവിലെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കും. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കും ഇന്ന് തിരിതെളിയും. കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുമെന്ന് മന്ത്രി VN വാസവൻ. മെയ് 2-ന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനോടകം 265-ൽ പരം കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. 5.5 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനും തുറമുഖത്തിന് കഴിഞ്ഞു. സഹകരണ എക്സ്പോയുടെ 3ാം പതിപ്പിന് തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കൊച്ചിയിൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ആന്തരിക പരാതി പരിഹാര സമിതിക്ക് മുൻപാകെ നടി വിൻസി അലോഷ്യസ് മൊഴി നൽകി. ഷൈൻ ടോം ചാക്കോയും വിശദീകരണം നൽകി. മുൻപ് നൽകിയ പരാതിയിലെ വിവരങ്ങൾ പുറത്തുവന്നതിൽ അതൃപ്തിയുണ്ടെന്ന് നടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നടിയുടെ പരാതി സംബന്ധിച്ച് ഫിലിം ചേംബറിന്റെ നിരീക്ഷണ സമിതിയുടെ യോഗവും കൊച്ചിയിൽ നടക്കുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 39 റൺസ് ജയം. 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. IPLൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് ലക്നൌവിലാണ് മത്സരം. പെറു തലസ്ഥാനമായ ലിമയിൽ നടക്കുന്ന ISSF ലോകകപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യയുടെ സിമ്രൻപ്രീത് കൌർ ബ്രാറിന് വെള്ളി മെഡൽ. സിമ്രൻപ്രീതിന്റെ ആദ്യ സീനിയർ അന്താരാഷ്ട്ര മെഡലാണിത്. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യ 2 സ്വർണവും 4 വെള്ളിയും 1 വെങ്കലവും നേടിയിട്ടുണ്ട്. ധനസഹായം വെട്ടിക്കുറച്ചതിന് പിന്നാലെ ട്രംപ് ഭരണകൂടത്തിനെതിരെ ഫെഡറൽ കേസ് ഫയൽ ചെയ്ത് ഹാർവാർഡ് സർവകലാശാല. US ഗവൺമെന്റിന്റെ അതിരുകടന്ന നയങ്ങളുടെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്ന് ഹാർവാർഡ് പ്രസിഡന്റ് അലൻ M. ഗാർബർ പറഞ്ഞു. സർവകലാശാലയിലെ നിർണായക ഗവേഷണങ്ങളെ ധനസഹായം മരവിപ്പിക്കൽ ബാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി അറേബ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളിലെ ഗണ്യമായ പുരോഗതി സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US വൈസ് പ്രസിഡന്റ് JD വാൻസും. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം ഇന്ന് സാന്താ മാർത്ത ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം.
വയനാട്ടിലെ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 39 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.